നെല്ല് സംഭരിച്ചിട്ട് 2 മാസങ്ങൾ പിന്നിട്ടു. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാതെ വന്നതോടെ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ ഒരു കൂട്ടം നെൽകർഷകർ. പുന്നപ്ര പാരിക്കാട് പാടശേഖരത്തെ 60ഓളം കർഷകരാണ് നെല്ല് സംഭരണത്തിന്റെ പണത്തിനായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത്. മാർച്ച് പകുതിയോടെയാണ് 90 ഏക്കറുള്ള ഈ പാടശേഖരത്ത് നിന്ന് പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ചത്. പിന്നീട് മെയ് 10ഓടെ കർഷകർക്ക് PRS എഴുതി നൽകി. SBI, കാനറ എന്നീ ബാങ്കുകളിലേക്കാണ് PRS നൽകിയത്. എന്നാൽ കർഷകർ തങ്ങൾക്ക് ലഭിക്കാനുള്ള പണത്തിനായി ബാങ്കുകൾ കയറി ഇറങ്ങിയിട്ടും ഫലമൊന്നുമില്ല. സംഭരണം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. സംഭരിച്ച നെല്ലിന്റെ ഈ പണം ലഭിച്ചാലേ രണ്ടാം കൃഷി തുടങ്ങാനാകൂ എന്ന് കർഷകർ പറയുന്നു. ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് നമ്മുടെ ചോര എടുത്ത് കുടിക്കുന്നതല്ല, രക്തരക്ഷസായിട്ട് നടക്കുന്ന അവരല്ലാതെ നമ്മൾ ഈ പണിയാളന്മാരെ പോലെ താഴെ കിടക്കുന്നതല്ലാതെ നമുക്ക് കർഷകർക്ക് ഒരു മേൽഗതി കേരളത്തിൽ നിന്നും ഉണ്ടാവുകയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ജൂൺ പകുതിയോടെ രണ്ടാം കൃഷി ആരംഭിക്കണം. ഇതിനു മുൻപായി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് നിലമൊരുക്കുന്നതുൾപ്പെടെ നിരവധി മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണം. ഇതിന് പണമില്ലാതെ വലയുകയാണ് ഓരോ കർഷകനും. സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിന്റെ പണം ലഭിക്കാതെ വന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ. 2000 രൂപ മണിക്കൂറിന് വാടക നൽകിയാണ് യന്ത്രം ഉപയോഗിച്ച് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. ഇതുൾപ്പെടെ പുഞ്ചകൃഷിക്ക് കർഷകർ പണം ചിലവാക്കിയത് കടം വാങ്ങിയാണ്. സ്വർണം പണയം വെച്ചും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്തുമാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത്. എന്നാൽ സംഭരിച്ച നെല്ലിൻ്റെ പണം 4 മാസങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാതെ വന്നതോടെ ഇനി എങ്ങനെ രണ്ടാം കൃഷി ചെയ്യുമെന്ന ആശങ്കയിലാണ് കൃഷി ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത ഈ പാവങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ.